നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. നമ്മുടെ വാഹനത്തിലൊരു ഓട്ടോമാറ്റിക് ബ്രേക്കിംഗ് അല്ലെങ്കിൽ ഒരു മാനുവൽ ബ്രേക്കിംഗ്, ഇതിൽ ഏതാണ് നല്ലത്? ഇങ്ങനൊരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിരിക്കുന്നത് യൂത്ത് ഹാവ് ഗെയിമിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: ബ്രോ, ഐ ഹാവ് എ ക്വസ്റ്റ്യൻ. മാനുവൽ ഹാൻഡ് ബ്രേക്ക് ഓർ ഓട്ടോമാറ്റിക് ഹാൻഡ് ബ്രേക്ക്, വിച്ച് വൺ ഇസ് സേഫ്? വീഡിയോ പ്ലീസ്. ഷുവറായിട്ട് നല്ലൊരു ചോദ്യമാണ്. അപ്പം ഈ പറയുന്ന പോലെ ഓട്ടോമാറ്റിക് ഹാൻഡ് ബ്രേക്ക് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണെന്ന് കുറച്ച് പേർക്കെങ്കിലും ഒരു ഡൗട്ട് കാണുമായിരിക്കും. നമുക്കതൊന്ന് ക്ലാരിഫൈ ചെയ്യാം. ആദ്യം തന്നെ ഒരു മാനുവൽ ഹാൻഡ് ബ്രേക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ സാധാരണ എല്ലാ വാഹനങ്ങൾക്ക് വരുന്ന പോലെ ഒരു ലിവർ അസിസ്റ്റ് ചെയ്ത് നമ്മൾ വലിക്കുന്ന ഒരു ഹാൻഡ് ബ്രേക്കാണ് നോർമൽ മാനുവൽ ഹാൻഡ് ബ്രേക്ക്. അത് എല്ലാ വാഹനങ്ങളും, എനിക്കൊന്ന് വാഹനം ഇറങ്ങിയ കാലഘട്ടം തൊട്ട് തന്നെ നമുക്ക് ഇപ്പോഴും പോകുന്ന വാഹനങ്ങൾക്കെല്ലാം ഒരു മാനുവൽ ഹാൻഡ് ബ്രേക്ക് വരുന്നുണ്ട്. ഈ മാനുവൽ ഹാൻഡ് ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബാക്കിലത്തെ ബ്രേക്ക്, അതിപ്പോൾ ഡിസ്ക് ആകട്ടെ ഡ്രം ആകട്ടെ, ഈ രണ്ടിൽ ഏതാണോ അത് എൻഗേജ്ഡ് ആകുകയാണ് ചെയ്യുന്നത്. മോസ്റ്റ്ലി ബാക്കാണ് എല്ലാ വാഹനങ്ങൾക്കും എൻഗേജ്ഡ് ആകുന്നത്. ഫ്രണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബ്രേക്ക് ചവിട്ടുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ബ്രേക്ക് പെഡൽ അപ്ലൈ ചെയ്യുന്നതിനനുസരിച്ചാണ് ഫ്രണ്ടും ബാക്കും കൂടെ സൈമൾട്ടേനിയസ്ലായിട്ട് ആകുന്നത്. അതിൽ ഫ്രണ്ട് കമ്പാരിറ്റീവ്ലി ആകുമെന്ന് പറഞ്ഞാൽ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോഴും ഹാൻഡ് ബ്രേക്ക് വലിക്കുന്ന സമയത്ത് നമ്മുടെ മാനുവലായിട്ട് ബാക്കിലത്തെ ഹാൻഡ് ബ്രേക്ക് ലോക്ക് ആകുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബാക്കിലത്തെ ബ്രേക്ക് ലോക്ക് ആകുകയാണ് ചെയ്യുന്നത്. പക്ഷേ അതേ സ്ഥാനത്ത് നമ്മുടെ ഓട്ടോമാറ്റിക് ഹാൻഡ് ബ്രേക്ക് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം വരുന്ന ഇലക്ട്രിക്കൽ ടൈപ്പ് നമുക്ക് വരുന്നുണ്ട്. അതായത് ഇലക്ട്രിക്കലി കൺട്രോൾഡ് പാർക്ക് ബ്രേക്ക് വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് അത് ഇലക്ട്രിക്കലി കൺട്രോൾഡ് എന്ന് ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ എഫേർട്ട് കുറയ്ക്കാൻ വേണ്ടി. അതായത് നമ്മളിപ്പം വാഹനത്തിൻ്റെ ഒരു ടെക്നോളജി നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു ടെക്നോളജി വൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ വാഹനം ഓടിക്കാൻ അതുപോലെ സിമ്പിളായിക്കൊണ്ടിരിക്കുക. അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മനുഷ്യൻ്റെ എഫേർട്ട് വളരെ കുറയ്ക്കാനും നമുക്ക് കൂടുതലും ശ്രദ്ധ കുറച്ച് വാഹനം ഓടിക്കുന്ന രീതിയിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിപ്പം ജസ്റ്റ് എക്സാമ്പിൾ പറയാനാണെങ്കിൽ തന്നെ നമുക്കെല്ലാം അറിയാവുന്ന പോലെ അഡാസ് ഫീച്ചർ വരുന്നുണ്ട്. അഡാസ് ഫീച്ചർ ശരിക്കും എന്തിനാണ് യൂസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വാഹനം, അതായത് നമ്മൾ ഓടിക്കുന്ന ഡ്രൈവറിന് അത്രയും കൂടെ എഫേർട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അഡാസിൻ്റെ ഫീച്ചർ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഈ അഡാസൊക്കെ വരുന്ന സമയത്ത് ശരിക്കും വാഹനത്തിൻ്റെ ബ്രേക്കിങ്, ലെയിൻ അസിസ്റ്റ് കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും നമുക്ക് ഈ പറയുന്ന പോലെ അഡാസിൻ്റെ ഫീച്ചറുണ്ട്. ഓക്കെ, അതൊക്കെ നമുക്ക് മാറ്റി വയ്ക്കാം. നമ്മുടെ പോയിന്റിലോട്ട് വരാം. ഓട്ടോമാറ്റിക് ബ്രേക്കിംഗ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ബ്രേക്കിംഗ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പി മോഡ് അല്ലെങ്കിൽ നമ്മുടെ പാർക്ക് മോഡ് പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇലക്ട്രിക്കലായിട്ട് തന്നെ, അല്ലെങ്കിൽ അവിടെ ഒരു ആക്ച്വേറ്റേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ പാർക്ക് ബ്രേക്കിംഗ് അസിസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ പാർക്ക് ബ്രേക്കിംഗ് എൻഗേജ്ഡ് ചെയ്യുക ചെയ്യുന്നത്. ഇത് പല വേരിയൻസ് ഉണ്ട്. സ്വിച്ച് ഉണ്ട്, ചിലതൊരു ലിവർ ജസ്റ്റ് ഒന്ന് പൊക്കിയാൽ മതി എന്നുണ്ട്. അപ്പം കൂടുതലും സ്വിച്ചിലാണ് ഇത് എൻഗേജ്ഡ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഇതിൽ ഏതാണ് നല്ലതെന്ന് ചോദിക്കുകയാണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായം, എൻ്റെ വെറും പേഴ്സണൽ അഭിപ്രായം മാത്രമാണ് ഞാൻ പറയുന്നത്, മാനുവൽ ആയിരിക്കും എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുള്ളത്. കാരണം ഇടയ്ക്ക് ഓടിക്കുന്ന സമയത്ത് കുറച്ച് പരിപാടിയൊക്കെ നടത്തണമെന്നുണ്ടെങ്കിൽ മാനുവൽ ആയിരിക്കും കുറച്ചുകൂടെ നല്ലത്. പക്ഷേ ഇലക്ട്രിക്കലാകുന്ന സമയത്ത് അതിനകത്ത് വേറെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഒറ്റ പ്രസ്സിൽ തന്നെ കാര്യങ്ങളൊക്കെ സേഫായിട്ട് തന്നെ നടക്കും. ബ്രേക്ക് അപ്ലൈഡ് ആയിരിക്കും, പ്രോപ്പർലി അപ്ലൈഡ് ആയിരിക്കും. അപ്പം എപ്പോഴും നല്ലത് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഡ്വാൻസ്ഡ് ആയിട്ട് വരുന്ന ഏതൊരു ടെക്നോളജി നല്ലതാണെന്ന് ഞാൻ പറയത്തുള്ളൂ. അതുകൊണ്ട് ഇലക്ട്രിക്കൽ പാർക്കിംഗ് ബ്രേക്കിംഗ് തന്നെയായിരിക്കും നല്ലത്. പക്ഷേ കമ്പാരിറ്റീവ്ലി മാനുവൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് എത്രത്തോളം പവർ കൊടുക്കാം, എത്രത്തോളം വലിച്ചിടാം എന്നൊക്കെ ഉള്ളതിൽ മാറ്റം വരുത്താൻ സാധിക്കുന്നത് ഒരു മാനുവൽ ബ്രേക്കിങ്ങിലായിരിക്കും എന്ന് മാത്രം ഞാൻ പറയത്തുള്ളൂ. ഏതായാലും ഇപ്പോഴത്തെ ടെക്നോളജിയുടെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഓടുന്നതായിരിക്കും നല്ലത്.